എ ഘാതം 1/4 സമം 2 ആയാൽ എയുടെ വില കാണുക. നോക്കൂ, ഇതൊരു സമവാക്യമാണ്. എ ഘാതം 1/4 സമം 2 ഇതൊരു ഇക്വേഷനാണ്. നമുക്കൊരു സമവാക്യത്തിൻ്റെ ഇടതുവശത്ത് എന്ത് ചെയ്യുമ്പോഴും അത് വലതുവശത്തും ചെയ്താൽ മതി. ഒരു സമവാക്യത്തിൻ്റെ ഇടതുവശത്ത് എന്ത് ചെയ്യുമ്പോഴും അത് വലതുവശത്തും ചെയ്താൽ മതി. നമുക്ക് ഈ സമവാക്യത്തിൻ്റെ ഇടതുവശത്ത് കൃതി 4 ഇടുക. ഈ സമവാക്യത്തിൻ്റെ ഇടതുവശത്ത് കൃതി 4. അപ്പോൾ ഇടതുവശം എന്താണ്? എ ഘാതം 1/4. അതിൻ്റെ കൃതിയായിട്ട് നമുക്കൊരു 4 ഇടുക. അപ്പോൾ ഇടതുവശത്ത് കൃതി 4 ഇടുമ്പോൾ വലതുവശത്തും കൃതി 4 ഇടണം. 2 ഘാതം 4. ഇപ്പോൾ ഇത് എ ഘാതം എം ഹോൾ ഘാതം എൻ സമം എ ഘാതം എം ഇൻറ്റു എൻ. ഇതൊരു ലോ ഓഫ് എക്സ്പോണൻ്റ് ആണ്, ഒരു കൃത്യംഗ നിയമമാണത്. അതായത് 2 കൃതി വരുമ്പോൾ 2 കൃതികളും ഗുണിച്ചാൽ മതി. അതുപോലെയാണ് ഇവിടെ 2 കൃതി വരികയാണ്. അപ്പോൾ എ ഘാതം പാദസംഖ്യ എഴുതി, ഇവിടെ എ ഘാതം എഴുതിയ പോലെ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ ഗുണിക്കുക. 1/4 ഇൻറ്റു 4 സമം 2 ഘാതം 4 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 4 തവണ ഗുണിക്കുക 16 എന്ന് കിട്ടും. എ ഘാതം ഈ 1/4 ഇൻറ്റു 4 ഗുണിക്കുമ്പോൾ നമുക്ക് 4 4 വെട്ടിപ്പോയാൽ എ ഘാതം 1 എന്ന് വരും. എ ഘാതം 1 എന്ന് പറഞ്ഞാൽ എ ആണ്. നമുക്ക് ഉത്തരം കിട്ടി. എ സമം 16.